प्यारे बच्चे, सब खुशी है ना? ओके। पिछले कक्षा में हमने बादलदानी नामक एक सुंदर कविता, बारिश के बारे में एक सुंदर कविता पढ़ी। वह कैसे लगा? अच्छी है? हाँ। आज एक चित्रकथा है। चित्रकथा को पसंद है? सभी को पसंद है? आपको पसंद है? हाँ, चित्रकथा हमारे पाठभाग में भी एक सुंदर चित्रकथा है। चित्रकथा का नाम है बारिश कैसे मिली। बारिश कैसे मिली? बारिश मीन्स रेन। कैसे मिली? ഹൗ ക്യാൻ ഗെറ്റ് റെയിൻ അല്ലേ? നമുക്ക് എവിടെ നിന്നാണ് മഴ കിട്ടുന്നത്? बारिश कैसे मिली, इसमें एक चित्रकथा है। चित्रकथा का नाम है बारिश कैसे मिली। आप देखिए, इसमें देखने वाले इसमें कई जानवर है, पक्षी और जानवर भी है। पहला दृश्य में एक बंदर और बगुला है। बगुला, ओके। पहले बगुला बंदर से कहता है, भैया बहुत प्यास लगी है, क्या करें? भैया ब्रदर, बहुत प्यास लगी है। प्यास मीन्स thirsty അല്ലേ? ദാഹം. बहुत प्यास लगी है, भैया വളരെയധികം ദാഹിക്കുന്നു. क्या करें? എന്താ ചെയ്യുക? इसके जवाब, അതിന് മറുപടിയായിട്ട് ബന്ദർ പറയുന്നു, पानी कहीं नहीं है, चलो बारिश को ढूंढे। पानी, प्यास बुझाने के लिए किसकी आवश्यकता है? प्यास बुझाने के लिए पानी की आवश्यकता है। उस समय बंदर ने कहा, पानी कहीं नहीं है, വെള്ളം कहीं नहीं है, എവിടെയും വെള്ളമില്ല. ചലോ ബാരിഷ് കോ ढूंढे, നമുക്ക് എന്ത് ചെയ്യാം? ചലോ, നടക്കൂ, പോകൂ, പോകാം. ബാരിഷ് കോ ढूंढे, किसके लिए? पानी मिलने के लिए बारिश को ढूंढे അല്ലേ? വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബാരിഷ് കോ ढूंढना അല്ലേ? ആ മഴയെ നമുക്ക് അന്വേഷിച്ച്, ढूंढना മീൻസ് സെർച്ചിങ്. നമുക്ക് വെള്ളം അന്വേഷിച്ച്, മഴയെ അന്വേഷിച്ച് പോവാം, മഴയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും മഴ അന്വേഷിച്ച് പോകുന്നു. നെക്സ്റ്റ് സീൻ, വേ ബില്ലി സെ മിലെ. ബില്ലി മീൻസ് ക്യാച്ച്. വേ ബില്ലി സെ മിലെ, അവർ പൂച്ചയെ കാണുന്നു. उस समय बंदर ने पूछा, സമയത്ത് ബന്ദർ ചോദിക്കുകയാണ്, മ്യാവൂ ജി ബാരിഷ് കഹാ മിലേഗി. മ്യാവൂ ജി അല്ലേ? മ്യാവൂ ജി ബാരിഷ് അല്ലേ? മഴ കഹാ മിലേഗി അല്ലേ? എവിടുന്നാണ് നമുക്ക് മഴ കിട്ടുന്നത്? മഴ എവിടുന്നാണ് കിട്ടുക? ബാരിഷ് മിലേഗി ബാദൽ കെ പാസ്. ഉസ് സമയ മ്യാവൂ ജി നെ ക്യാ കഹാ. ആ സമയത്ത് മ്യാവൂ ജി എന്താ പറഞ്ഞത്? ബാരിഷ് മിലേഗി ബാദൽ കെ പാസ്. എവിടുന്നാ മഴ കിട്ടുന്നത്? ബാദൽ കെ പാസ്. വി വാണ്ട് ടു ഗോ ക്ലൗഡ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ആ മേഘത്തിനടുത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ബാരിഷ് കഹാം സെ മിലേഗി. ബാരിഷ് എവിടുന്നാ കിട്ടുക? സോറി, ബാരിഷ് പാനി കഹാം സെ മിലേഗി അല്ലെ? ബാരിഷ് കഹാം സെ മിലേഗി. മഴ എവിടുന്നാ കിട്ടുക? മഴ ബാദൽ കെ പാസ് ഹേ. ആരുടെ അടുത്താണ്? പിന്നെ മേഘത്തിൻ്റെ അടുത്താണ്. മഴമേഘത്തിൻ്റെ അടുത്താണ് എന്ത്? മഴ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് സീൻ, ചലത്തെ ചലത്തെ വേ ബക്കരി കെ പാസ് പഹൂഞ്ചെ. ചലത്തെ ചലത്തെ, നടന്ന് വേ, അവർ പിന്നെ കാണുന്നത് ആരെയാണ്? ബക്കരി കെ പാസ് പഹൂഞ്ചെ. ബക്കരിയുടെ അടുത്തെത്തി. പഹൂഞ്ചന മീൻസ് റീച്ച്ഡ്. बहन जी कहीं बादल को देखा है. उस समय बगुला ने बकरी से पूछा അല്ലേ? ബഗുള ബക്കരിയോട് ചോദിക്കുന്നു, ബഹൻജി
ബഹൻ മീൻസ് സിസ്റ്റർ അല്ലേ. ബഹൻജി കഹീം ബാദൽ കോ ദേക്കാ ഹേ. കഹീം എവിടെയെങ്കിലും, ബാദൽ കോ ദേക്കാ ഹേ ബാദലിനെ നിങ്ങൾ കണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾ മഴമേഘത്തെ കണ്ടിരുന്നോ. ഉസ് സമയ ബക്കരി ബി കഹ. ബക്കരി പറഞ്ഞു, എന്താ പറഞ്ഞത്? ഹാം വഹ്തോ ബൂഡേ ബബൂൽ മേ ഫംസാ ഹേ. ഹാം കണ്ടിരുന്നു. വഹ്തോ എവിടെ ഉണ്ടായിരിക്കും? വഹ്തോ അതാണെങ്കിൽ ബൂഡേ ബബൂൽ മേ. എന്താ ബൂഡേ ബബൂൽ? വൃദ്ധയായ ബബൂൽ. ബബൂൽ മീൻസ് വൺ മെഡിസിനൽ ട്രീ, ഒരു ഔഷധമരമാണ്. ഔഷധമരത്തിൽ ഫംസാഹേ. ദ ഫംസ്ന കുടുങ്ങിക്കിടക്കുക, അകപ്പെടുക. ഒരു എവിടെയാണത്? ഒരു ഔഷധമരമുണ്ട്. ഔഷധമരത്തിലാണ് ഇത് കുടുങ്ങിക്കിടക്കുന്നത്, തങ്ങി നിൽക്കുന്നത്. ആകെ ഉന്നോനെ ബൈൽക്കോ ദേക്കാം. തുടർന്ന് അവർ അത് അന്വേഷിച്ച് പോകുന്ന സമയത്ത് അവർ എന്ത് ചെയ്തു? ബൈൽ. ബൈൽ മീൻസ് ഓക്സ്, കാള. കാളയെ ദേക്ക കണ്ടു. ദാദാജി ബൂഡ ബബുൽ കഹാം രഹത്താ ഹേ. ചോദിക്കുകയാണ്, ദാദാജി ബൂഡ ബബൂൾ ആ വൃദ്ധനായിട്ടുള്ള ബബൂൽ ആ മെഡിസിനൽ ട്രീ, ആ ഔഷധമരം കഹാം രഹത്താ ഹേ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? എവിടെയാണ് ഔഷധമരത്തിൻ്റെ വീട് എന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ എന്താണ് നമ്മുടെ ബൈൽ പറയുന്നത്? ഉദർ. ഉദർ മീൻസ് ദർ. അവിടെ. ബാഡി കെ പാസ്. ബാഡി മീൻസ് എ സ്മാൾ ഓർക്കാഡ്. ഫലവൃക്ഷത്തോട്ടം, ഒരു ചെറിയ ഫലവൃക്ഷത്തോട്ടം. ബാഡി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഫലവൃക്ഷത്തോട്ടം അല്ലേ. അപ്പോൾ ഉദർ ബാഡി കെ പാസ്, അവിടെ ആ മരക്കൂട്ടത്തിലാണ്, ആ ഫലവൃക്ഷത്തോട്ടത്തിലാണ് നമ്മുടെ എന്ത്? ബബൂൽ, ബൂഡ ബബൂൽ അല്ലേ. അന്ത്മേ വേ ബൂഡേ ബബൂൽ കെ പാസ് പഹുഞ്ചേ. അങ്ങനെ അവർ പോയിട്ട് അന്ത്മേ അറ്റ് ലാസ്റ്റ് അവസാനം വേ അവർ ബൂഡേ ബബൂൽ കെ പാസ് ആ വൃദ്ധനായ ബബൂലിൻ്റെ അടുത്ത് പഹുഞ്ചേ എത്തി. ചിത്രത്തിൽ കണ്ടോ നിങ്ങൾ? ബാപ്രേ ബേച്ചാര കാണ്ടോ മേ ഫംസാ ഹുവാ ഹേ. അവിടെ എത്തിയപ്പോൾ അവർ കണ്ടു. എന്താ കണ്ട കാഴ്ച? ബാപ്രേ ബേച്ചാര. ബേച്ചാര മീൻസ് പുവർ, പാവം. കാണ്ടോമേ. കാണ്ടോ മീൻസ് തോൺ, മുള്ള്. മുള്ളിൽ ഫംസാ ഹുവാ ഹേ. എന്താണ്? ഫംസ്ന തങ്ങി നിൽക്കുക, കുടുങ്ങിക്കിടക്കുക എന്നൊക്കെ അർത്ഥം. ഫംസാ ഹുവാ ഹേ ട്രാപ്ഡ്. ഫംസ്ന ട്രാപ്ഡ് അവിടെ കുടുങ്ങിക്കിടക്കുന്നു, തങ്ങി നിൽക്കുന്നു. എവിടെ തങ്ങി നിൽക്കുന്നത്? കാണ്ടോമേ മുള്ളുകൾക്കിടയിലാണ് തങ്ങി നിൽക്കുന്നത്. ചലോ ബച്ചായെ. ബാക്കിയുള്ളവർ പറയുന്നു ചലോ നടക്കൂ, ബച്ചായെ നമുക്കതിനെ രക്ഷപ്പെടുത്താം. സബ്നെ മിൽക്കർ ബാദൽ കോ ബച്ചായ. നെക്സ്റ്റ് സീൻ. സബ്നെ മിൽക്കർ എല്ലാവരും ചേർന്നിട്ട് അല്ലെ. മിൽന മീൻസ്, മിൽക്കർ മീൻസ് ടുഗദർ. മിൽന ടുഗദർ ഒന്നിച്ചിട്ട്. ബാദൽ കോ ബച്ചായ ബാദലിനെ ബച്ചായ. ബച്ചായ മീൻസ് രക്ഷപ്പെടുത്തുക, സേവ്. ബച്ചന സേവ്, രക്ഷപ്പെടുത്തി. സബ്നെ മിൽക്കർ ബാദൽ കോ ബച്ചായ എല്ലാവരും ചേർന്ന് നമ്മുടെ ബാദലിനെ രക്ഷപ്പെടുത്തി. നെക്സ്റ്റ് സീൻ. പാനി ബരസ്നെ ലഗ. ഉസ്കെ ബാദ് ആ ബാദലിനെ രക്ഷപ്പെടുത്തിയപ്പോൾ അത് എന്തുണ്ടായി? പാനി ബരസ്നെ ലഗ വെള്ളം വർഷിക്കാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. സബ് നാച്ചനെ ലഗ എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? നൃത്തം ചെയ്യാൻ തുടങ്ങി അല്ലേ. മഴ കിട്ടിയപ്പോൾ ആഹ്ലാദ നൃത്തം ചെയ്യാൻ തുടങ്ങി എല്ലാവരും. ചിത്രത്തിൽ കാണുന്നില്ലേ നിങ്ങൾ? ഓക്കെ. കോൻ കോൻ നാച്ചനെ ലഗേ ഹേ. ആരൊക്കെയാണ് ഇവിടെ നൃത്തം ചെയ്യുന്നത്? देखिए बंदर, मंकी, नेक्स्ट बकरी, मेंढक, बैल, बिल्ली, चिड़िया आदि नाचने लगे हैं. इन्नवरक्के नृत्तम ചെയ്യാൻ തുടങ്ങി. इसमें कुछ प्रश्न भी है. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ധ്യാൻ സേ സുനോ, ശ്രദ്ധയോടെ കേൾക്കൂ. किसको प्यास लगी है? प्रस्तुत चित्रकथा में किसको प्यास लगी है? ഈ ചിത്രകഥയിൽ ആർക്കാണ് ദാഹം തോന്നിയത്? കിസ്കോ? हाँ, एक प्रस्तुत चित्रकथा में बगुला को प्यास लगी है. बगुला पहले किससे मिला? ബഗുള ആദ്യം ആരേനെ കണ്ടത്? കിസ് ये बात कहा. ആരോടാണ് ഈ കാര്യം പറഞ്ഞത് ബഗുള? बगुला पहले
बंदर से मिला ले मंगिये कंडू ले नेक्स्ट क्वेश्चन बगुला और बंदर किसके पास गए बादल को ढूंढकर ले മഴമേഘത്തെ അന്വേഷിച്ചുകൊണ്ട് എന്ത് ചെയ്തു കിസ്കെ പാസ് ഗേ ആരുടെ അടുത്തേക്കാണ് പോയത് മഴമേഘത്തെ അന്വേഷിച്ചുകൊണ്ട് ബില്ലി കെ പാസ് ഗയ അല്ലേ ബില്ലിയുടെ അടുത്തേക്കാണ് വേ ദോനോ ഗേ പോയത് നെക്സ്റ്റ് बिल्ली बगुला बंदर और बिल्ली बादल को कहाँ ढूंढा എവിടെയാണ് അന്വേഷിച്ചത് किसी से ढूंढा ആരോടാണ് അന്വേഷിച്ചത് വ ബക്കരി സെ ढूंढा അല്ലേ നമ്മുടെ ഗോട്ടിനോട് ആടിനോടാണ് അവർ അന്വേഷിച്ചത് ആകെ ചലത്തെ സമയം തുടർന്ന് അവരിങ്ങനെ പോകുന്ന സമയത്ത് കിസ്സെ മില ആരെ കണ്ടു അവർ ഏക്ക് ബൈൽക്കോ മില അല്ലേ ഒരു കാളയെ കണ്ടു ഉസ് സമയം ബൈൽ ക്യാ കഹ ബൈൽ എന്താ പറഞ്ഞത് പെഹലെ बकरी से पूछे तो ले बकरियोട് ചോദിച്ചപ്പോൾ बादल के बारे में पूछे तो बकरी क्या जवाब दिया बकरी എന്ത് മറുപടിയാണ് നൽകിയത് बादल बूढ़ा बबूल के पास है ले നമ്മുടെ മഴമേഘം എവിടെയാണെന്ന് പറഞ്ഞത് ബൂഡ ബബൂൽ के पास പാവം വൃദ്ധനായ ഔഷധ മരത്തിന്റെ അടുത്താണെന്ന് പറഞ്ഞു ले उस समय आगे चलते समय ढूंढकर बूढ़े बबूल को ढूंढकर വൃദ്ധനായ നമ്മുടെ ഔഷധ വൃക്ഷത്തെ തേടി അന്വേഷിച്ചിറങ്ങിയ സമയത്ത് ഉനോനെ ബൈൽ കോ ദേഖ ഒരു കാളയെ കണ്ടു ഉസ് സമയം ബൈൽ സെ പൂച്ച അല്ലേ ആ കാളയോട് ചോദിച്ചു എന്താ ചോദിച്ചത് ബൂഡേ ബബുൾ കഹാം ഹേ അല്ലേ ബൂഡേ ബബുൾ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു കഹാം രേത്തെ ഹേ എവിടെ താമസിക്കുന്നു ചോദിച്ചു ഉസ് സമയം ബൈൽ ക്യാ ജവാബ് ദിയ ആ കാള എന്താ മറുപടി നൽകിയത് ബൂഡേ ബബുൾ ബാഡി കെ പാസ് ഹേ ഒരു ഫലവൃക്ഷത്തോട്ടത്തിലാണ് നമ്മുടെ ബൂഡേ ബബുൾ എന്ന് പറഞ്ഞു കൊടുത്തു उस समय वे जानवर बगुला भी बूढ़े बबूल में बादल को देखा ले മഴമേഘത്തെ കണ്ടു ബൂഡേ ബബൂളിലെ മഴമേഘത്തെ കണ്ടു വ ബാദൽ കാണ്ടോം സെ ഫംസാഹെ അല്ലേ ആ മുള്ളുകളിൽ കുടുങ്ങിക്കിടക്കരുത് നമ്മുടെ മഴമേഘം उसके बाद सभी ने उस बादल को बचाया എല്ലാവരും ചേർന്ന് നമ്മുടെ മഴമേഘത്തെ രക്ഷപ്പെടുത്തി അല്ലേ उसके बाद वे नाचने लगे അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി इसमें एक प्रश्न भी है क्या है बादल कांटों में फंसा हुआ है इसका मतलब क्या होगा आजकल हमारे बादल की हालत क्या है बादल कांडों में फंसा हुआ है बादल മഴമേഘം കാണ്ടോമേ ഫംസാ ഹുവാ ഹേ മുള്ളുകളിൽ അകപ്പെട്ടിരിക്കുന്നു इसका मतलब क्या होगा ഇതിന് അർത്ഥം എന്തായിരിക്കും ആജ്കൽ ഹമാരെ ബാദൽ की हालत क्या है ആജ്കൽ ഈടെയായിട്ട് ഹമാരെ ബാദൽ की हालत നമ്മുടെ മഴമേഘങ്ങളുടെ അവസ്ഥ ഹാലത്ത് മീൻസ് അവസ്ഥ क्या है എന്താണ് सही समय हमको पानी मिलते हैं बारिश मिलते हैं आप सोचिए നിങ്ങൾ ചിന്തിക്കൂ നമുക്ക് ശരിയായ സമയത്ത് നമുക്ക് മഴ കിട്ടുന്നുണ്ടോ नहीं इसका कारण क्या है ഇതിന്റെ കാരണം എന്താണ് हमारे धरती पर मानव ने बड़े पैमाने पर हमारे जंगलों पेड़ पौधों आदि को भी नाश कर रहे हैं അല്ലേ മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട് വലിയൊരളവോളം നമ്മുടെ ഭൂമിയിലെ മരങ്ങളും ചെടികളും മുറിച്ചിട്ട് നമ്മുടെ എന്താണ് വനങ്ങളെ ഇല്ലാതെയാക്കുന്നു ബാരിഷ് മിൽനെ കെ ലിയേ ഹംകോ ക്യാ ചാഹിയേ ജംഗൾ ഹോന ചാഹിയേ അല്ലേ നമുക്ക് മഴ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ വനം ഉണ്ടാകേണ്ടതാണ് അല്ലേ അപ്പോൾ
किसके लिए ये मनुष्य जंगल को नाश कर रहे हैं? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ കാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ബഡേ ബഡേ മക്കാനോ ബനനെ കെ ലിയെ, വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി, അതുപോലെ ഫർണിച്ചർ ബനാനെ കെ ലിയെ, അല്ലേ, ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലതരത്തിലും അവരെന്ത് ചെയ്യാണ്? നമ്മുടെ പര്യാവരൺ പ്രദൂഷൺ കർ രഹേ ഹൈ, അല്ലേ, നമ്മുടെ പ്രകൃതി പര്യാവരൺ പ്രദൂഷൺ എന്ന് പറഞ്ഞാൽ പ്രകൃതി മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലേ. ഓക്കെ, ये किसका सूचित करते हैं? ഇത് എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ये ചിത്രകഥ एक सूखापन की हालत. എന്താ സൂഖാപ്പൻ? വരൾച്ച, വരൾച്ചയുടെ ഒരു ഹാലത്ത്, ഒരവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ये सूखापन की एक चित्र हमको दे रहे हैं. ഒരു എന്താണ് വരൾച്ചയുടെ ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ഈ सूखापन होने का कारण क्या क्या है? वो भी हमने चर्चा किया. ഈ സൂക്കാപ്പൻ, വരൾച്ച ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? അതും നമ്മൾ ചർച്ച ചെയ്തു. ബാദൽദാനി നമുക്ക് കവിതാസെ ഹംനെ ദേക്ക, അല്ലേ, ബാദൽദാനി എന്ന കവിതയിൽ നമ്മൾ കണ്ടു. അതുപോലെ ഈ ചിത്രകഥാമേ ബി ഹംനെ ചർച്ച കിയ, ഈ ചിത്രകഥയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, കവിത ഔർ ചിത്രകഥ കേസേ ലഗി. നമ്മൾ പഠിച്ചിട്ടുള്ള കവിത ബാദൽദാനി നാമക്ക് കവിത ഔർ ചിത്രകഥ ബാദൽക്കോ കേസേ മിലേഗി എന്നുള്ള ചിത്രകഥയും കേസേ ലഗി എങ്ങനെ ഉണ്ടായിരുന്നു? ബാരിഷ് കെ ആനെ പർ പ്രകൃതി മേ ക്യാ ക്യാ ബദലാവ് ആത്താ ഹേ? ബാരിഷ് കെ ആനെ പർ, മഴ വന്നപ്പോൾ, പ്രകൃതിമേ, നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള ബദലാവ് ക്യാ ക്യാ ഹേ, എന്തൊക്കെ മാറ്റങ്ങളാണ്? ബദലാവ് മീൻസ് ചേഞ്ചസ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? അതിനെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കരെ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു വിവരണം നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ബാദൽ ആത്തെ സമയ ഇസ് പ്രകൃതി മേ ധർത്തി മേ ക്യാ ക്യാ ബദലാവ് ആത്തെ ഹേ? बादल आते समय सभी जीव जंतुओं ने खुशी से नाचने लगा, खुशी से दिखाई देगा. വളരെയധികം ഹാപ്പിയോടുകൂടി നമ്മൾ അതിനെ കണ്ടു. പിന്നെ गेती में भी बारिश आने के बाद ഫസലും अच्छी तरह उगा दिया. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനെക്കുറിച്ച് ഷോർട്ടായിട്ടുള്ളൊരു വിവരണം നമ്മളിവിടെ കൊടുക്കണം, അതാണ് പറഞ്ഞിട്ടുള്ളത്. കവിതയും ചിത്രകഥയൊക്കെ നോക്കിയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, एक बार अपने विवरण पर नज़र डाले, अब यह कार्य करें. विवरणത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. शीर्षक आगे बढ़ने की प्रेरणा देता है, बारिश के आगमन की सूचना है, पेड़ पौधों और नदी नालों में आए बदलाव का जिक्र है, जीव जंतुओं की खुशी का विवरण है. എന്തൊക്കെ ആഡ് ചെയ്യണം? शीर्षक आगे बढ़ने की प्रेरणा देते हैं, അതായത് ശീർഷക് ആകെ പഠനയ്ക്ക് പ്രേരണ ദേത്ത, തുടർന്ന് വായിക്കാനുള്ളൊരു പ്രേരണ ആകുന്ന രീതിയിലൊരു ശീർഷക്. ബാരിഷ് കെ ആഗമൻ കി സൂചന, മഴയുടെ സൂചന, വരുന്നതിന് സൂചന. പേട് പൗധം ഓർ നദി നാലോമേ ആയേ ബദലാവ് കാ ജിക്ർ, അതുപോലെ മരങ്ങളിലും ചെടികളിലും, അതുപോലെ നദി നാലോമേ, നദികളിലും തോടുകളിലൊക്കെ വന്ന ബദലാവ് കാ ജിക്ർ, അല്ലെ, മാറ്റങ്ങളെ കുറിച്ചിട്ട്. ജീവജന്തുവും കി ഖുഷി കാ വിവരൺ, അതുമൂലം ജീവജന്തുക്കളുടെ ആ സന്തോഷത്തിൻ്റെ ആ വിവരം കൂടി നമ്മൾ ആഡ് ചെയ്യണം. നെക്സ്റ്റ്, ആനെ വാലെ ദിനോം കെ ലിയെ എന്നൊരു ചെറിയൊരു പോസ്റ്റർ കണ്ടോ? ഏ കിസ്കാ പോസ്റ്റർ ഹേ? ജൽ സംരക്ഷൺ കെ ബാരെ മേ ഏക് പോസ്റ്റർ ഹേ. ജലസംരക്ഷണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്ററാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കൂ. ബൂന്ത് ബൂന്ത് നെഹി ബർത്തേങ്കെ, ഇസ് പോസ്റ്റർ മേ പെഹലെ ഹംകോ ഏക് ചിത്ര ഗീഞ്ചന ചാഹിയെ. നമ്മൾ ജലസംരക്ഷണത്തെക്കുറിച്ച് പോസ്റ്റർ മേക്ക് ചെയ്യുമ്പോൾ അതിലൊരു അതുമായിട്ട് വിഷയ്ക്ക് സംബന്ധിത ഏക് ചിത്ര ഹോന ചാഹിയെ, ഒരു ചിത്രം ഉണ്ടായിരിക്കണം, വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരിക്കണം. പിന്നെ അതിൽ നമ്മൾ ചെറിയ തോട്ട്സും കൂടി കൊടുക്കണം, ഒരു 2 ഡയലോഗ്സും കൂടി 2 വാക്യങ്ങൾ കൂടി കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ കൊടുക്കണം. നോക്കൂ ഇവിടെ, ആനേവാലെ ദിനോം കേലിയെ, ദാനേവാലെ ദിനോം, വരും ദിവസങ്ങൾക്ക്, കേലിയെ വേണ്ടി, വരും ദിവസങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ബൂന്ത് ബൂന്ത് നെഹീം ബർത്തേങ്കെ, നമ്മൾ ഓരോ തുള്ളിയും, ബൂന്ത് ബൂന്ത് നെഹീം ബർത്തേങ്കെ, നമ്മൾ ബർത്തേങ്കെ പറഞ്ഞാൽ ടു യൂസ്, ഭരത്ന അല്ലെ, എന്താണ് ടു യൂസ്, ഉപയോഗിക്കുക. ബൂന്ത് ബൂന്ത് നെഹീം ബർത്തേങ്കെ, ഓരോ തുള്ളിയും നമ്മൾ സൂക്ഷിച്ച് ചിലവാക്കിയില്ലെങ്കിൽ, ഉപയോഗിച്ചില്ലെങ്കിൽ,
തോ ബൂന്ത് ബൂന്ത് കോ തർസേങ്കെ, നമ്മൾ എന്ത് ചെയ്യും, ഓരോ തുള്ളിക്കും നമ്മൾ വളരെ ദീനതയോട് കൂടിയിട്ട് കേഴേണ്ട അല്ലെങ്കിൽ കരഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ വരും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വരും ദിവസങ്ങളിൽ നമ്മൾക്കൊരു സമസ്യ, ഈസ് പാഠഭാഗം ഈസ് കവിത ഒരു ചിത്രകഥാമേ ഏക്ക് സമസ്യ ഹേ, ഓ സമസ്യ ക്യാ ഹേ, ഒരു പ്രശ്നം നമ്മൾ പഠിച്ചു. എന്താണ് ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാനി കി കമ്മി അല്ലേ, ജലദൗർലഭ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താ പറയുന്നത്, ഈ പോസ്റ്ററിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, വരും ദിവസങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ബൂന്ത് ബൂന്ത് നെഹീം ബർത്തേങ്കെ തോ ബൂന്ത് ബൂന്ത് കോ തർസേങ്കെ, ഓരോ തുള്ളിയും നമ്മൾ സൂക്ഷിച്ച് ചിലവാക്കിയില്ലെങ്കിൽ നമ്മൾ ഓരോ തുള്ളിക്കും വലിയ വില കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വളരെ അല്ലെങ്കിൽ വളരെ യാചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. അതില്ലായ്മ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ജലം സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളൊരു പോസ്റ്ററാണിത്. उसी तरह दूसरे പോസ്റ്റർ ബി ബനാവോ, ഇതേപോലെ 1-2 പോസ്റ്റർ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയിട്ട് ടീച്ചർക്ക് അയച്ചു തരിക. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് കൊളേഷ് തയ്യാർ കരെ, കൊളേഷ് തയ്യാറാക്കാൻ എന്താണ് വിഷയം, ബർസാത്ത് കി ജാങ്കിയ, ജാങ്കിയ മീൻസ് ദൃശ്യങ്ങൾ, ബർസാത്ത് കി ജാങ്കിയ അതായത് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ എടുത്ത് നമുക്ക് എഴുതാം. എന്താണ് ഒരു കൊളേഷ് ഉണ്ടാക്കാം, ബർസാത്ത് കി ജാങ്കിയ, മഴയുടെ ദൃശ്യങ്ങളെ കുറിച്ചിട്ട് ഒരു കൊളേഷ് ഉണ്ടാക്കിയിട്ട് ഒരു ടീച്ചർക്ക് സെൻഡ് ചെയ്യാം. നെക്സ്റ്റ് ചിത്ര പഹചാനെ ബക്സാ ബരെ, പേജ് നമ്പർ 23. ചിത്ര പഹചാനെ, ചിത്രം മനസ്സിലാക്കുക, ബക്സാ ബരെ, ബക്സ മീൻസ് ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഇസ്മേ ഏക്ക് വർഗ് പഹേലി ഹെ, പസിൽ അല്ലേ, വർഗ് പഹേലി മീൻസ് പദപ്രശ്നമാണ്. ഫസ്റ്റ് ഒന്നാമത്തെ ചിത്രം വലത്തോട്ടാണ്. എന്താണ് വരുന്നത്, കിസ്കാ ചിത്ര ഹേ, ഹാ കിസ്കാ ചിത്ര ഹേ, ബക്കരി, ബക്കരി കാ ചിത്ര ഹേ, ഇസ്മേ വാണ്ട് ടു റൈറ്റ് ബക്കരി, ബക്കരി, ബക്കരി. നെക്സ്റ്റ് ഫസ്റ്റ് താഴോട്ട്, ഏ കിസ്കാ നാം ഹേ, ഇതാരുടെ പേരാണ്, ബഗുള, ബഗുള. थर्ड सेकंड पिक्चर किसका चित्र है, ट्री का हिंदी शब्द पेड़ है, पेड़. ഓക്കെ, നെക്സ്റ്റ് താഴോട്ടാണ് 2 എന്നുള്ളത്, പേഡ് എന്ന് എഴുതുക. പിന്നെ തേർഡ് വൺ താഴോട്ടാണ്, ഏതാ വരിക, ബന്ദർ, മങ്കി ബന്ദർ. നെക്സ്റ്റ് ഫോർത്ത് വൺ താഴോട്ടാണ്, എന്താ വരിക, ബായിൽ അല്ലേ, ഓക്സ് ബായിൽ, ഓക്സ് का हिंदी शब्द ബായിൽ. പിന്നെ ഫിഫ്ത്ത് വൺ വലത്തോട്ടാണ്, ക്ലൗഡ് ബാദൽ. നെക്സ്റ്റ് സിക്സ്ത് വൺ വലത്തോട്ട് ബില്ലി. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, हमारे पहली इकाई अभी समाप्त हो गई है. मेरी कक्षा में हम समाप्त की है. धन्यवाद, फिर मिलेंगे.